ഹലോ വെൽക്കം ബാക്ക് ടു ജാനകി വ്ളോഗ്സ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സോറി. കാരണം വേറൊന്നും കൊണ്ടല്ല, വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയത്. എനിക്കൊന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പൊങ്കാല കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു വൈകാരിക പതിവാണ് അല്ലേ? അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വയ്യാണ്ടായി, അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനോ ഒന്നും പറ്റാത്തത്. ആൻഡ് ഇപ്രാവശ്യത്തെ പൊങ്കാലയ്ക്ക് നമ്മുടെ കൂടെ മെയിൻജാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ പൊങ്കാലയാണെങ്കിലും ഈ വർഷമാണ് അവർക്ക് ഒരുമിച്ച് ഇന്ന് പൊങ്കാല ഇടാൻ പറ്റിയതും. ആൻഡ് എല്ലാ വർഷത്തെ പോലെയും നമ്മൾ വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ പൊങ്കാല ഇട്ടത്. അമ്മ കോലമൊക്കെ വരച്ചു ആൻഡ് കലമൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ആൻഡ് അവിടുത്തെ അസോസിയേഷനിൽ നിന്ന് തന്നെയാണ് തീ കൊണ്ടുവന്നത് അടുപ്പ് കത്തിക്കാനായിട്ടുള്ളത്. ചേച്ചി മഞ്ഞ പൊങ്കലും, അമ്മ ശർക്കര പായസം, വെള്ളപ്പൊങ്കലും, പിന്നെ തിരളിയുമാണ് ഉണ്ടാക്കിയത്. ചേച്ചി ഈ പ്രാവശ്യം ഒറ്റയ്ക്കൊന്ന് ഇട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടത് കേട്ടോ. ആൻഡ് ആറ്റുകാൽ പൊങ്കാലയെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. ആൻഡ് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആക്ച്വലി 9 ദിവസത്തെ ഉത്സവമാണ്. നമ്മുടെ അവിടെയൊക്കെ 10 ദിവസം കാണും. 9 കഴിഞ്ഞ് പിറ്റേന്ന് അവിടെ നിന്ന് ആറ്റുകാലമ്മ എഴുന്നള്ളിച്ച് വരുന്നത് നമ്മുടെ അവിടുത്തെ ഒരു അമ്പലത്തിലാണ്. ആൻഡ് കോവലനും കണ്ണകിയുമായിട്ടുള്ള മാരേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ സാമ്പത്തിക ശേഷി കാരണം അമ്മയുടെ ചിലമ്പൂരി കോവലന് കൊടുക്കുകയും അത് കോവലൻ വിൽക്കാനായിട്ട് മധുരയിലെത്തിയപ്പോൾ അവിടെ കള്ളനാക്കി അവിടുത്തെ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചവനാണെന്നും പറഞ്ഞ് അവിടെ കള്ളനാക്കുകയായിരുന്നു കോവലന് ചെയ്തത് കേട്ടോ. ആ കോവലനെ അവിടുത്തെ പാണ്ഡ്യ രാജാവ് വധിക്കാൻ തീരുമാനിക്കുകയും വധിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ഇവിടെ പാവം ദേവി 2 ദിവസം കാത്തിരുന്നതിന് ശേഷം തിരിച്ചിറങ്ങുകയും അവിടെ ചെന്ന് അറിയുകയും ചെയ്തപ്പോൾ പരമശിവൻ്റെ നിന്നും വരം വാങ്ങി കോവലനെ പുനർജനിപ്പിച്ചു. പക്ഷേ അവിടെ കോവലൻ തിരിച്ചു വിളിച്ചത് അമ്മയെന്നായിരുന്നു. അപ്പോൾ ആ മനം നൊന്ത് ദേവി മധുരയിലെത്തി പാണ്ഡ്യരാജാവിന് ഇതെല്ലാം അറിയിക്കുകയും പാണ്ഡ്യരാജാവ് നെഞ്ചു പൊട്ടി മരിക്കുകയും ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഓൾ അവിടെ അമ്മ മധുര മൊത്തം കത്തിച്ചിട്ടാണ് അമ്മ തിരിച്ചു വരുന്നത്. ആ വരുന്ന വഴിക്ക് അമ്മയുടെ ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെല്ലാം മറന്ന് അമ്മയൊന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ പൊങ്കാലിടുന്നത്. ആൻഡ് സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുക്കി താലപ്പൊലിയായിട്ട് നിർത്തുന്നത് അമ്മയെ കുറച്ചും കൂടി സമാധാനിപ്പിക്കാനും ആൻഡ് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുത്തിയോട്ട കുട്ടികളെ നിർത്തുന്നത് കേട്ടോ. ആൺകുട്ടികളെ 11 വയസ്സിന് താഴെയുള്ളവരെയാണ് നിർത്തുന്നത്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മ ഒരു ഫാമിലിയിൽ നിന്ന് മാത്രമാണ് അമ്മയുടെ ദേവിയോട്ട കുഞ്ഞിനെയും കൂടി തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് അന്നത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ച് ഉത്സവത്തിൻ്റെ 3ാം നാളിലാണ് അമ്മയും കോവലനുമായിട്ടുള്ള വിവാഹം കഴിയുന്നത്. ആൻഡ് ഐ തിങ്ക് 5 or 6 ആണ് കോവലനെ വധിക്കുന്നത്. അന്നത്തെ ദിവസം അമ്പലം തുറക്കാൻ ലേറ്റും ആവും കേട്ടോ. ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവി അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലവും കൂടിയാണ് ആറ്റുകാൽ അമ്പലം. എൻ്റെ എല്ലാ ഹാപ്പിനെസ്സും സാഡും എല്ലാം ഞാൻ അവിടെയാണ് ആദ്യം പറയുന്നതും ചെയ്യുന്നതും. ഇത്രയും നാളും ചെയ്തിട്ടുള്ളതും അവിടെയാണ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ അമ്മയുടെ ഐതിഹ്യം ഇതാണ് കേട്ടോ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ആൻഡ് അവിടുത്തെ ഉച്ചയൂണും അസോസിയേഷനിൽ നിന്നായിരുന്നു. ആൻഡ് അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അവിടെ നിന്ന് വൈകിട്ട് ടൈമായപ്പോൾ നേദിക്കാൻ ആൾ വന്ന് നേദിച്ചായിരുന്നു, കാണിക്കയൊക്കെ കൊടുത്തു. ആൻഡ് ഇവർ പിന്നെ ഞാൻ ഇതൊക്കെ പൊങ്കാലിട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. മഞ്ഞ പൊങ്കലാണിത്. ആൻഡ് ശർക്കര പായസം, വെള്ളച്ചോറ് ആൻഡ് തിരളി കുമ്പിളപ്പം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുമ്പിള കൂട്ടിയാവട്ടോ, അതുകൊണ്ട് തിരളിയുണ്ട്. ആൻഡ് അവരവസാനം ലാസ്റ്റ് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരക്ക് പറഞ്ഞപ്പോൾ പോപ്പിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വരുന്ന വഴിക്ക് അവർ 2 പേരും കൂടി സോഡ നാരങ്ങയൊക്കെ കുടിച്ചിട്ടാട്ടോ വന്നത്. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.